ഹേ ഓൾ, അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങളുടെ ട്രേഡിംഗ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മോർണിംഗ് തന്നെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിൽ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രേഡ് കിട്ടി, ഓൾറെഡി പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും എനിക്കും ഗോൾഡിൽ ഒരു സെൽ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ പൊസിഷൻ ഓൾറെഡി മൂവ് ചെയ്തപ്പോൾ ഞാൻ ബ്രേക്ക് ഇവൻ വെച്ചത് കാരണം എനിക്ക് ബ്രേക്ക് ഇവൻ ഹിറ്റായി. ശേഷം യൂട്യൂബ് ലൈവിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ലൈവ് പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ശേഷം ചെറിയൊരു മിനി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മിനി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബുക്ക് സ്റ്റോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. DC ബുക്സിൽ പോയി അവിടെ നമ്മുടെ ട്രേഡ് റിലേറ്റഡ് ആൻഡ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ എനിക്ക് മാനിഫെസ്റ്റിൻ്റെ ഈ ഒരു ബുക്ക് കിട്ടി. ബട്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. കാരണം വിഷൻ ബോർഡ്, ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ബുക്കിലുണ്ട്. ആൻഡ് ഒരു 500 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബുക്ക് പർച്ചേസ് ചെയ്തു. ആൻഡ് ഇന്ന് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ന്യൂസ് ഉണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസ് വരുമ്പോൾ മാർക്കറ്റിലുണ്ടായ ആ ഒരു ചേഞ്ചാണ്. കാരണം ഇപ്പം ഞാൻ USDJPYയും ഗോൾഡുമാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ USDJPYക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഗോൾഡിന് നെഗറ്റീവ് ആയിരിക്കും. ഗോൾഡിന് നെഗറ്റീവ് ആണെങ്കിൽ USDJPYക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് 2 ചാർട്ടും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു ന്യൂസ് USDJPYക്ക് നെഗറ്റീവും ഗോൾഡിന് പോസിറ്റീവും ആയിരുന്നു. ജസ്റ്റ് ഈ ഒരു സിംഗിൾ ചാർട്ടിലൂടെ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് ആ ഒരു ന്യൂസിൻ്റെ ടൈമിൽ തന്നെ മാർക്കറ്റിൽ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് മറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഓൾ. ബൈ.